ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ട്രോബെറി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും തന്നെ ചേർക്കാതെ ഫ്രഷ് സ്ട്രോബെറിയും വീട്ടിലുള്ള കുറച്ച് ചേരുവകളും ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ലെയർ സ്ട്രോബെറിയും ഒരു ലെയർ വാനിലയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സ്ട്രോബെറി പുഡിങ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി 250 ഗ്രാം ഫ്രഷ് സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സ്ട്രോബെറീസ് എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്ട്രോബെറീസ് എല്ലാം തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ കോൺഫ്ലോറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഈ കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് പാനിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കോൺഫ്ലോർ മിക്സ് ഇല്ലേ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഈ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം മാത്രമേ കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. കോൺഫ്ലോർ മിക്സ് കൂടെ ചേർത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അതായത് ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്, കട്ടയൊന്നും തന്നെ പിടിച്ചിട്ടില്ല. ഈ ഒരു പാകമാകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഈ വാനില എസൻസ് കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പുഡിങ് സെറ്റാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബൗളിലാണ് കേട്ടോ ഈ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ കയ്യിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ചൂടോടുകൂടി തന്നെ ഈ ബൗളിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള സ്ട്രോബെറി ടോപ്പിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെച്ച് പാനിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രഷ് സ്ട്രോബെറീസ് ഇല്ലേ, അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൂടെ ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൂടെ ചേർത്ത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഏകദേശം 2-3 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ സ്ട്രോബെറീസിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങി വരും. ഈ സ്ട്രോബെറീസ് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയപ്പോൾ തന്നെ സ്ട്രോബെറീസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ സ്പാച്ചില കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു പുഡിങ് ഇല്ലേ, അതിന് മുകളിലായിട്ട് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ബൗളിൽ ഒഴിച്ചു വെച്ചിരുന്നത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ഈ സ്ട്രോബെറി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പാച്ചില കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഈ സ്ട്രോബെറി ടോപ്പിംഗ് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ.
ഇനി ഈ ഒരു പുഡിങ് ഈ റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തതിന് ശേഷം ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. അങ്ങനെ സ്ട്രോബെറി പുഡിങ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു സ്ട്രോബെറി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സ്ട്രോബെറി വാനില പുഡിങ് തയ്യാറാക്കാൻ. വളരെ സിമ്പിളാണ്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഒരു ലെയർ സ്ട്രോബെറി ഫ്ലേവറും ഒരു ലെയർ വാനില ഫ്ലേവറും കൂടി ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത്തവണത്തെ വാലന്റൈൻസ് ഡേക്ക് ഇതുപോലൊരു കളർഫുൾ പുഡിങ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.